അതെ, നിങ്ങൾ അറിഞ്ഞ പല പല സ്ഥലങ്ങളിൽ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇലക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് നിന്ന് കഴിഞ്ഞു. ഇനി ഒരുപാട് കോമഡികൾ കാണാനുള്ളതാണ് നമ്മുടെ നാട്ടിലും കേരളത്തിലും ഇന്ത്യയിലായിട്ട് പല പല വോട്ടിങ്ങിന്റെ കോമഡികളും രാഷ്ട്രീയക്കാരുടെ കോമാളിത്തരങ്ങളൊക്കെ കാണാനുള്ളതാണ്. എന്തായാലും വോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു റൈറ്റ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് നോട്ട് ടേക്കിങ്ങും പോയി വോട്ട് ചെയ്യണം. സോ വോട്ട് ചെയ്യണമെങ്കിൽ വോട്ടർ ഐ ഡി വേണ്ടേ? വോട്ട് ചെയ്യണമെങ്കിൽ വോട്ടർ ഐ ഡി വേണ്ട എന്നുള്ള കമന്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു. വോട്ടർ ഐ ഡി വേണ്ട, ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് കയ്യിലുണ്ടെങ്കിൽ മതി. പക്ഷെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരണമല്ലോ, അതിന് നമ്മൾ വോട്ടർ ഐ ഡിക്ക് അപ്ലൈ ചെയ്യണം. സോ 18 വയസ്സ് പൂർത്തിയാവരും 18 വയസ്സ് പൂർത്തിയാവാൻ കുറച്ച് മാസങ്ങൾ ബാക്കിയുള്ളവർ എല്ലാവരും വോട്ടർ ഐ ഡിക്ക് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. സോ നമുക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തിട്ടാൽ ഇലക്ഷൻ ആവുന്ന സമയം നമുക്ക് നല്ല വൃത്തിക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടാവും. വോട്ടർ ഐ ഡി നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഓൾറെഡി വോട്ടർ ഐ ഡി എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പഴയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 തവണ മാറ്റിയിട്ടു. ഇപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇടാൻ പോകുന്നത് മൊബൈൽ തന്നെ നമുക്ക് എങ്ങനെ വോട്ടർ ഐ ഡി അപ്ലൈ ചെയ്യാം എന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ലെങ്ത് ഉണ്ടാവും, ക്ഷമിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ വീഡിയോയിലേക്ക് അടക്കാം. ദിസ് ഇസ് ബാബു മധുസൂദനൻ. വെൽക്കം ടു മല്ലു ഹെൽപ്പ് ലൈൻ. സോ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം നമ്മൾ അവിടെ സെർച്ച് ചെയ്യേണ്ടത് വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് സെർച്ച് ചെയ്യുക. വോട്ടർ ഹെൽപ്പ് ലൈൻ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫസ്റ്റത്തെ ഒരു വെബ്സൈറ്റ് വരും. വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞ ഈ വെബ്സൈറ്റ് വരും. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇത് ഓപ്പൺ ആകും. ഓപ്പൺ ആകുമ്പോൾ നമുക്ക് 2 രീതിയിൽ ഇതിൽ നമ്മൾ ഫസ്റ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ലോഗിൻ ചെയ്യാൻ ചോദിക്കും. നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാം. അക്കൗണ്ട് ഇല്ലാത്ത വ്യക്തികൾ ഇവിടെ താഴെ ന്യൂ യൂസർ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കണ്ടില്ലേ? ഈ ന്യൂ യൂസർ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്റർ ചെയ്യുക. സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി എന്റർ ചെയ്യുക. ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ നമ്മൾ എന്റർ ചെയ്തിട്ട് നമ്മൾ സെൻഡ് ഒ ടി പി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് താഴെ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതിനുശേഷം നിങ്ങൾ പാസ്വേഡ്, ഒ ടി പി, നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്ന ഒ ടി പി എന്റർ ചെയ്യുക. എന്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇവിടെ കൊടുക്കുന്ന പാസ്വേഡ് നിങ്ങൾ ഉറപ്പായിട്ടും ഓർമ്മിക്കണം. സബ്മിറ്റ് ചെയ്യുക. എനിക്ക് ഓൾറെഡി ഇതിൽ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ഞാനിത് ചെയ്യുന്നില്ല. ഓക്കെ, അക്കൗണ്ട് ഉള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ മൊബൈൽ നമ്പർ എന്റർ ചെയ്യുന്നു. താഴെ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തിട്ട് സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലോഗിൻ ചെയ്യാം നമുക്ക്. ഇനി നമ്മൾ ഇതില് പുതിയതായിട്ട് വോട്ടർ ഐ ഡി രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അതിനായിട്ട് വോട്ടർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ സെക്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ താഴത്തോട്ട് പോകും. അതിൽ നമുക്ക് കുറച്ച് ഫോം കാണിക്കും. അതിൽ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ, ഈ ഫോം 6 എന്ന് പറയുന്നത് ഫില്ല് ചെയ്യേണ്ടത് ആരൊക്കെയാന്ന് വെച്ചാൽ 18 വയസ്സ് പൂർത്തിയായവരോ ഇല്ലെങ്കിൽ 17 വയസ്സ് പൂർത്തിയായ ശേഷം 18 ആകാൻ 2-3 മാസങ്ങൾ, കുറച്ച് മാസങ്ങൾ മാത്രം ബാക്കിയുള്ളവരോ നമുക്ക് ഈ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ ഫോം നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അടുത്തത് ഫോം 7 എന്ന് പറയുന്നത് ഡിലീഷൻ ആണ്. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വോട്ടർ പട്ടികയിൽ നിന്നും ഒരു പേര് ഡിലീറ്റ് ചെയ്യാനാണ് ഫോം 7 യൂസ് ചെയ്യുക. കറക്ഷൻ ചെയ്യാൻ വേണ്ടി ഫോം 8 ആണ് യൂസ് ചെയ്യുന്നത്. മൈഗ്രേഷനോ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കറക്ഷൻ നമുക്ക് ഈ ഒരു ഫോം 8 യൂസ് ചെയ്യാം. ഫോം 6B എന്ന് പറയുന്നത് ആധാർ നമ്പറും എപ്പിക്കും കൂടി ലോഗിൻ ചെയ്യാനുള്ള, അതായത് ആധാർ നമ്പറും വോട്ടർ ഐ ഡി കൂടി മെർജ് ചെയ്യാനുള്ള ഫോമാണ് ഫോം 6B എന്ന് പറയുന്നത്. സോ ഇതിനൊക്കെയുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. വോട്ടർ ഐ ഡി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ ഐക്കണിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ ആദ്യം വോട്ടർ രജിസ്ട്രേഷൻ ആണ് നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഭാഷ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ചേഞ്ച് ലാംഗ്വേജ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഭാഷയും, ഈ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഭാഷയും വരുന്നതായിരിക്കും. മലയാളം വേണമെങ്കിൽ മലയാളം ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി മലയാളത്തിലേക്ക് മാറുന്നതായിരിക്കും. എന്തായാലും ഞാൻ വോട്ടർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ വോട്ടർ ഐ ഡി ഫസ്റ്റ് ടൈം ആയിട്ടാണോ അപ്ലൈ ചെയ്യുന്നത്? യെസ്, ഐ എം അപ്ലൈയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി വോട്ടർ ഐ ഡി ഉള്ളവരാണെങ്കിൽ നോ എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മറ്റേ ഫോമിലേക്ക് പോകുന്നതായിരിക്കും. ഞാൻ യെസ്, ഐ എം അപ്ലൈയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്നുള്ള സെക്ഷൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ആദ്യം നമ്മളടുത്ത് ചോദിക്കുന്നത് സംസ്ഥാനമാണ്. ഏത് സംസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ കേരളയാണെങ്കിൽ കേരള എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. അത് കേരളത്തിലെ ഏത് ഡിസ്ട്രിക്ട് ആണെന്ന് ചോദിക്കും. അടുത്ത പാലക്കാട് നിന്ന് ഡിസ്ട്രിക്ട് കൊടുക്കുന്നു. ഏത് അസംബ്ലി നിയമസഭാ മണ്ഡലം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ എന്റെ ഒറ്റപ്പാലമാണ്, സോ ഞാൻ ഒറ്റപ്പാലം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്തിനുള്ള പ്രൂഫ് ആയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാം, ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, 10ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ +2ന്റെ മാർക്ക് ഷീറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ മാത്രം പാസ്പോർട്ട് എന്നുള്ള ഈ കാര്യങ്ങളാണ് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾ അത് ഇവിടെ നിങ്ങളിപ്പോ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇവിടെ പാൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് സെലക്ട് ചെയ്യാം.
സെലക്ട് ചെയ്തതിനു ശേഷം ഈ അപ്ലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടില്ലേ, ഇതിൽ നമുക്ക് ഫോട്ടോ ഫോർമാറ്റിൽ മാത്രമേ നമുക്ക് PDF തന്നെ സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. JPEG ഫോർമാറ്റിൽ മാത്രമേ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. 2 MB താഴെ ആയിരിക്കണം ഫയൽ സൈസ് എന്ന് പറയുന്നത്. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ കോളത്തിൽ ഞാൻ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനായിട്ട് മുകളിൽ ഈ ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ഡേറ്റ്, മാസം, ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സോ ഇത് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഒരു സാമ്പിളിൽ ഞാൻ സെലക്ട് ചെയ്തതാണ്. സോ സാമ്പിളിൽ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ സപ്പോർട്ടീവ് ഡോക്യുമെന്റ് താഴെ അപ്ലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 2 ഓപ്ഷൻ കാണിക്കും. ഒന്ന് ക്യാമറ അല്ലെങ്കിൽ ഗാലറി. ക്യാമറയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ലൈവ് ആയിട്ട് ആ ഒരു ഡോക്യുമെന്റ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം. ഗാലറി വരുമ്പോൾ ഓൾറെഡി ഉള്ള ഡോക്യുമെന്റ് നമ്മുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗാലറിയിൽ പോയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതുമാണ്. ഈ രണ്ടരത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം. സോ എല്ലാ ഡോക്യുമെന്റ്സും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സോ ഈ ഒരു പേജിൽ നമുക്ക് രണ്ടാമത്തെ പേജിലേക്ക് വരുന്നതായിരിക്കും. ഈ പേജിൽ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന മുകളിൽ സെയിം പറഞ്ഞ മാതിരി ഫോട്ടോ ഫോർമാറ്റ് ആകണം. 200 KB താഴെ സൈസേ പാടുള്ളൂ. അടുത്തത് താഴെ ജെൻഡർ സെലക്ട് ചെയ്യുക, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന്. ഇവിടെ പേര് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ പേര് കൊടുക്കുകയാണ്. ഒരു ജസ്റ്റ് നമ്മൾ അവിടെ മുകളിൽ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മലയാളത്തിലേക്കായിട്ട് താഴെ ടൈപ്പ് റീജിയണൽ ലാംഗ്വേജ് നമ്മൾ അവിടെ ഏതാണോ സെലക്ട് ചെയ്തത് അതനുസരിച്ച് റീജിയണൽ ലാംഗ്വേജിലേക്ക് മാറുന്നത് കണ്ടില്ലേ. അടുത്തത് സർനെയിം ആണ്. സർനെയിം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്റെ സർനെയിം ഞാൻ ഇവിടെ കൊടുക്കുന്നു. ഓട്ടോമാറ്റിക്കലി സർനെയിം നമ്മൾ കൊടുത്തു. താഴെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ മലയാളം താഴത്തേക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം ആധാർ നമ്പർ കൊടുക്കുക. നിങ്ങൾക്ക് ആധാർ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ താഴത്തെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ആധാർ നമ്പർ കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആധാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആധാർ നമ്പർ ഇവിടെ മുകളിൽ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് താഴെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ഓഫ് റിലേറ്റീവ് മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കാം. അപ്ലിക്കന്റ് ഇമെയിൽ ഐ ഡി സ്വന്തമായിട്ടില്ലെങ്കിൽ റിലേറ്റീവിന്റെ ഇമെയിൽ ഐ ഡി കൊടുക്കാം ഇവിടെ താഴെ. അതിനുശേഷം ഡിസേബിലിറ്റി ആണ്. നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഡിസേബിൾ ആയ വ്യക്തിയാണോ, ആ ഡിസേബിലിറ്റി എന്താണോ അത് സെലക്ട് ചെയ്യുക. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി. ഇതെല്ലാം കൊടുത്തതിന് ശേഷം അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സോ അവിടെ അത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അടുത്ത പേജിൽ നമുക്ക് റിലേഷൻ ടൈപ്പ് ചോദിക്കും. നമ്മളുടെ റിലേഷൻ ഇപ്പം നമ്മൾ അച്ഛന്റെ പേരാണെങ്കിൽ ഫാദർ എന്ന് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അച്ഛന്റെ പേരോട് എഴുതുക. നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി താഴെ റീജിയണൽ ലാംഗ്വേജ് ആയിട്ട് താഴെ വരും. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് നെയിം ആണ് മുകളിൽ കൊടുക്കുന്നത്, അവരുടെ ലാസ്റ്റ് നെയിം താഴെ കൊടുക്കുക. സോ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ട് അവിടെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് സാമ്പിളിന്. ഓട്ടോമാറ്റിക്കലി അച്ഛന്റെ പേര് മുകളിൽ താഴെയും ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നമുക്ക് വന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ പിന്നെ കൊടുക്കേണ്ടത് അഡ്രസ് ആണ്. പ്രസന്റ് ഓർഡിനറി റെസിഡൻസ് ആണ് നമ്മൾ ചോദിച്ചിരുന്നത്. പ്രസന്റ് അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്തിന്റെ അഡ്രസ് ആണ്, പ്രസന്റ് അഡ്രസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ അതൊക്കെ വീട്ടിന്റെ നമ്പർ രണ്ടാമത്തെ സെക്ഷനിൽ നമ്മളിവിടെ കൊടുക്കുന്ന നമ്പർ റീജിയണൽ ലാംഗ്വേജിലേക്ക് താഴത്തോട്ട് വരും. അതിനുശേഷം ഏത് സ്ട്രീറ്റ്, ടൗണ്, വില്ലേജ്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, ഏത് തഹസിൽദാർ താലൂക്കിലാണ്, താലൂക്ക് മലയാളത്തിലേക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ താഴെ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് താഴെ അഡ്രസ് പ്രൂഫ് ചോദിക്കും. നിങ്ങളുടെ അഡ്രസ് പ്രൂഫായിട്ട് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഇവിടെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വാട്ടർ കളക്ഷൻ ബില്ല്, ഒരു കൊല്ലമായി മിനിമം ഉണ്ടാവണം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാട്ടർ കണക്ഷൻ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ ബില്ല്, ആധാർ കാർഡ്, പാസ്ബുക്ക്, നാഷണലൈസ്ഡ് പാസ്ബുക്ക്, ഇന്ത്യൻ പാസ്പോർട്ട്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ലാൻഡ് സ്ഥലം നമ്മുടെ പേരുള്ള റെക്കോർഡ്സ്, രജിസ്റ്റേർഡ് റെന്റ് ലീസ്, ടെനന്റ് ആണെന്നുണ്ടെങ്കിൽ ടെനന്റ് ആണ് നമ്മുടെ നമ്മുടെ റെന്റിന്റെ സർട്ടിഫിക്കറ്റ്. രജിസ്റ്റേർഡ് റെന്റ് ലീസ് ആണ്. നമ്മൾ വെറുതെ ഉണ്ടാക്കാൻ എഴുതുന്ന വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയില്ല. രജിസ്റ്റേർഡ് ആയിട്ടുള്ള റെന്റ് ലീസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സെയിൽ ഡീഡ് ആണെന്നെങ്കിൽ സെയിൽ ഡീഡ് വെക്കാം. ഇത്രയും ഡീറ്റെയിൽസ് ആണ് അവൈലബിൾ ആയിട്ട് നമുക്കുള്ളത്. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത് ഡയറക്റ്റ് നമ്മൾ മൊബൈലിൽ ഫോട്ടോ എടുക്കല്ല. നമുക്ക് വേണ്ടത് നമുക്ക് സെൽഫ് അറ്റസ്റ്റഡ് ആണ്. അതായത് നമ്മുടെ ഡോക്യുമെന്റിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കുക. പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ആ പ്രിന്റ് ഔട്ടിൽ നിങ്ങൾ സൈൻ ചെയ്യുക. ഇവിടെ ശരി, മുന്നേ നമ്മൾ ഫസ്റ്റ് പേജിൽ സബ്മിറ്റ് ചെയ്ത ആ ഡോക്യുമെന്റ് ആയാലും ശരി, രണ്ടും പ്രിന്റ് എടുത്തിട്ട് നമ്മൾ സൈൻ ചെയ്തിട്ട് ആ സൈൻ ചെയ്ത ഡോക്യുമെന്റ് ആണ് നമ്മളുടെ അറ്റാച്ച് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഡോക്യുമെന്റ് പ്രൂഫ് എന്താണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു, നിങ്ങൾ അറ്റാച്ച് അപ്ലോഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഒരു കാര്യം ക്ഷമിക്കണം, അവിടെ നമ്മൾ അഡ്രസ് പ്രൂഫായിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ മുകളിൽ അഡ്രസ് പ്രൂഫായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ താഴത്തെ സെക്ഷനിൽ സ്ക്രോൾ ചെയ്ത് വരിക. അവിടെ നമുക്ക് ഓൾറെഡി ഒന്ന് ചോദിക്കണം, ഡീറ്റെയിൽസ് ഓഫ് മൈ ഫാമിലി മെമ്പർ ഓൾറെഡി ഇൻക്ലൂഡഡ് ഇൻ ദ ഇലക്ടോറൽ റോൾ അറ്റ് കറന്റ് അഡ്രസ് വിത്ത് ഹൂം ഐ കറന്റ്ലി റിസൈഡ്. അത് എന്തിനാണ് ചോദിക്കുന്നത് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു തെറ്റായിട്ടുള്ള ഒരു ബൂത്തിന്റെ പരിധിയിൽ വരും. സോ നമ്മളുടെ ഓൾറെഡി നമുക്ക് ആ ഒരു ഇലക്ടോറൽ റോളിൽ ആ ഒരു വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഒരേ അഡ്രസ്സിൽ താമസിക്കുന്ന പേരുകളെല്ലാം ഒരുമിച്ച് വരും. അതിനാണ് ഇപ്പൊ നമ്മൾ അച്ഛന്റെ പേരിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അച്ഛന്റെ പേര് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അച്ഛന്റെ പേര്, അച്ഛന്റെ വോട്ടർ ID നമ്പർ താഴെ കൊടുത്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
ഓക്കെ. സോ നമുക്ക് വന്നിരിക്കുന്ന ഡിക്ലറേഷൻ ആണ്. ഡിക്ലറേഷൻ ഓൾറെഡി നമുക്ക് സ്റ്റേറ്റ് സെലക്ട് ആയിട്ടുണ്ടാവും. നമ്മുടെ ഡിസ്ട്രിക്ട് എന്താണോ ആ ഡിസ്ട്രിക്ട് ഇവിടെ സെലക്ട് ചെയ്യുക. വില്ലേജ് ഏതാ വെച്ചാൽ വില്ലേജ് ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഐ ആം ഓർഡിനറിലി റെസിഡന്റ് അറ്റ് ദ മെൻഷൻഡ് അഡ്രസ്. അതായത് നിങ്ങൾ ഒരു അഡ്രസ് കൊടുത്തല്ലോ, പ്രസന്റ് അഡ്രസ് പറഞ്ഞിട്ട്. ആ അഡ്രസ്സിൽ എത്ര ദിവസമായിട്ട് നിങ്ങൾ ഉണ്ടെന്നാണ്. നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ അതേ അഡ്രസ്സിലാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അല്ല നിങ്ങൾ ജനിച്ചതിന് ശേഷം കുറച്ച് കാലത്തിന് ശേഷമാണ് മാറി വന്നെങ്കിൽ ആ ഒരു ഡേറ്റ് ഇവിടെ മെൻഷൻ ചെയ്യാം. അതിനുശേഷം ഐ ഡോണ്ട് പോസസ് എനി ഓഫ് ദ ലിസ്റ്റഡ് ഡോക്യുമെന്റ്സ് ഫോർ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ദെയർഫോർ ഐ ഹാവ് എൻക്ലോസ്. അതായത് നമ്മൾ അവിടെ പ്രൂഫ് ഓഫ് ബർത്തിന് ഡോക്യുമെന്റ്സ് കൊടുത്തില്ല, നമ്മൾക്ക് അതർ ഓപ്ഷൻ വെച്ചാണ് നമ്മൾ കൊടുത്തെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ഡോക്യുമെന്റ് ആയിട്ട് കൊടുത്തത് അത് ഇവിടെ മെൻഷൻ ചെയ്യുക. കാരണം നിങ്ങൾ ഒറിജിനൽ നോർമൽ ആയിട്ട് കൊടുക്കേണ്ട ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഡോക്യുമെന്റ് നിങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട. താഴെ നിങ്ങളുടെ പേര് കാണും. അതിനുശേഷം ഇവിടെ പ്ലേസ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് ഡൺ എന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ക്ലിക്ക് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഓൾറെഡി ഉണ്ട്. ഞാൻ ഇതിൽ ചെയ്യാൻ ഒരു സാമ്പിൾ ചെയ്തതാണ്. സോ ഡൺ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പേജ് വരും. ആ പേജിൽ നിങ്ങൾ ഇതുവരെ കൊടുത്ത സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും കാണും. എല്ലാം നിങ്ങൾ വെരിഫൈ ചെയ്യുക. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് വന്നിട്ട് കൺഫേം എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അഥവാ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ അത് ക്ലോസ് ചെയ്തിട്ട് ബാക്ക് പോയിട്ട് കറക്റ്റ് ചെയ്യുക. വീണ്ടും ഈ ഒരു സ്റ്റേജിലേക്ക് വന്ന് ഡൺ കൊടുക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടി വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്യുക. കൺഫേം ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഒരു റെഫറൻസ് നമ്പർ മെസ്സേജ് ആയിട്ട് വരും. ഈ റെഫറൻസ് നമ്പർ മെസ്സേജ് ആയിട്ട് വന്ന റെഫറൻസ് നമ്പർ സൂക്ഷിച്ചു വെക്കുക. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഒരു BLO നമുക്ക് ഇതിന് അപ്പോയിന്റ് ആവും. നിങ്ങൾ ഏതാണോ റെഫറൻസ് നമ്പർ കൊടുത്ത് ആ റെഫറൻസ് നമ്പർ വെച്ച് നമുക്ക് ഇതിന്റെ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യാം. എവിടെയാണ് ചെക്ക് ചെയ്യുന്നത് ഞാൻ ഇതിൽ തന്നെ കാണിച്ചു തരാം, വീഡിയോ തന്നെ കാണിച്ചു തരാം. ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് കാണിക്കും. അതായത് BLO അപ്പോയിന്റ് ആക്കിയാൽ BLO അപ്പോയിന്റഡ് എന്ന സ്റ്റേറ്റസിലേക്ക് വരും. അതിനുശേഷം നമ്മളുടെ ഫീൽഡ് വെരിഫിക്കേഷൻ ഉണ്ട്. യൂഷ്വലി നമ്മുടെ നാട്ടില് ഈ ഓൺലൈനായിട്ട് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഫീൽഡ് വെരിഫിക്കേഷൻ കാണില്ല. കാരണം BLO ഡയറക്റ്റ് ആ ഏരിയ അറിയുന്ന BLO ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് പാസ് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് പറഞ്ഞയക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ BLO കോൺടാക്ട് ചെയ്യും, ഫീൽഡ് വെരിഫിക്കേഷൻ ചെയ്യും. ചെയ്തതിനു ശേഷം അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീട്ടിലേക്ക് സ്പീഡ് പോസ്റ്റ് വഴി കാർഡ് വരുന്നതായിരിക്കും. നമുക്കിനി സ്റ്റേറ്റസ് ചെക്ക് ചെയ്യേണ്ട സെക്ഷനിലേക്ക് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ബാക്ക് പോവാം. ഇതേ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വോട്ടർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ റെഫറൻസ് നമ്പർ ക്ലിക്ക് ചെയ്യാം. റെഫറൻസ് നമ്പർ ഇവിടെ പേസ്റ്റ്. ഈ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വേറെ പേജിലേക്ക് വരുന്നത് ശ്രദ്ധിച്ചില്ലേ? സ്റ്റേറ്റസിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഈ റെഫറൻസ് ഇങ്ങനെ ഒരു സെക്ഷനിലേക്ക് വരും. ഇവിടെ റെഫറൻസ് ആയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ സംസ്ഥാനം ഏതാണോ ആ സംസ്ഥാനം ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ. ട്രാക്ക് സ്റ്റേറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ താഴത്തെ 4 സ്റ്റേറ്റസ് കണ്ടല്ലോ, സബ്മിറ്റഡ്, BLO അപ്പോയിന്റഡ്, ഫീൽഡ് വെരിഫൈഡ്, അക്സെപ്റ്റഡ്. സോ നിങ്ങളുടെ ഏതിലാണോ നിങ്ങളുടെ ഇപ്പോൾ കറന്റ് സ്റ്റേറ്റസ് അവിടുത്തെ ഈ ഒരു ടിക്ക് മാർക്ക് ഗ്രീൻ കളർ ആയിട്ടുണ്ടാവും. ഇത് മൊത്തത്തിൽ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് മൊത്തം ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇത് അപ്രൂവ്ഡ് ആയി. റിജക്റ്റഡ് ആണെങ്കിൽ ഈ ഒരു ടിക്ക് മാർക്ക്, ലാസ്റ്റ് ടിക്ക് മാർക്ക് റെഡ് ആയിട്ടുണ്ടാവും. അതിനുശേഷം ഇവിടെ താഴെ നമുക്ക് അപ്ലൈ ചെയ്തിരുന്ന ഫോമുകൾ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കാണും. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ താഴെ ആയിട്ട് കാണും. സോ ഇങ്ങനെയാണ് നമ്മുടെ അപ്ലിക്കേഷൻ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടത്. ഓക്കെ. സോ ഞാനിപ്പോ മൊത്തം ഏകദേശം എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ അതിനെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.